ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നേ, നമ്മളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായ സമയത്ത് ആ ഒരു 10 മാസം നമ്മൾ മൂക്കിലൂടെ അല്ല ശ്വാസം എടുത്തത്. നമ്മളൊന്ന് ആലോചിക്കട്ടില്ലേ? എപ്പോഴും ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. അപ്പൊ നമുക്ക് അള്ളാഹു ഓരോ അറിവുകൾ ഇങ്ങനെ തുറന്നു തരും, ഓരോ വാതിലുകൾ ഇങ്ങനെ തുറന്നു തരും. മൂക്ക് അപ്പൊ നിശബ്ദമായിരുന്നു, മൂക്ക് പ്രവർത്തിക്കുന്നില്ല ഗർഭപാത്രത്തിൽ വെച്ചിട്ട്. പിന്നെ ഏതിലൂടെ നമുക്ക് എല്ലാം കിട്ടിയത്? ഭക്ഷണവും ശ്വാസമൊക്കെ പൊക്കിൾ കുടിയിലൂടെ അല്ലേ? എന്നാൽ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് അങ്ങോട്ട് വന്നപ്പോ പിന്നെ അന്ന് മുതൽ ഇത് പ്രവർത്തിക്കുകയാണ്. ആരാ ഇത് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത്? നമുക്ക് വല്ലതും അറിയോ? ചിന്തിക്കുങ്ങള്, ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുക. ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് വന്നപ്പോ ഈ ഭൂമിയിലെ ശ്വാസം ഇതിലൂടെ നമ്മൾ എടുപ്പിച്ചവൻ ആരാ? അല്ലാഹുവാണ്. എത്ര അനുഗ്രഹല്ലേ നമുക്ക് ചെയ്തത്. എന്നിട്ട് നമ്മള് ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. ഈ ദുനിയാവിന്റെ ആഡംബരത്തിൽ അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് 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 നമ്മൾ അള്ളാനെ കണ്ടെത്തണം. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട് ലആയാത്തിൽ ലിഉലിൽ അൽബാബ്,